ഈ നിതീഷ് കുമാറിന്റെ അദ്ദേഹത്തിനുള്ള ജനപ്രീതി, ആ ജനപ്രീതി മുൻനിർത്തിക്കൊണ്ട് അതിനെ ഉപയോഗിക്കുന്ന ഒരു കാശ്, അദ്ദേഹത്തിന്റെ ഫേസ് ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് ഈ BJP ചെയ്തത്. നിതീഷിനെ മുൻനിർത്തിക്കൊണ്ട് റിമോട്ട് കൺട്രോൾ ഭരണമാണ് നരേന്ദ്രമോദിയും BJPയും നടത്തിയത്. നിതീഷിനെ മുന്നിൽ നിർത്തുക, എന്നിട്ട് തങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിതീഷിലൂടെ നടപ്പിലാക്കിയെടുക്കുക. നിതീഷിന് അവിടെ യാതൊരു ശബ്ദവും ഉണ്ടായിരുന്നില്ല എന്ന വലിയൊരു വിമർശനം രാഹുൽ ഗാന്ധി ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ചേർന്നുകൊണ്ടുള്ള വളരെ ശക്തമായ പ്രചരണ പരിപാടികൾ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. തേജസ്വി യാദവ് ഇന്നത്തെ റാലികളിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിലുള്ള സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ വികസന രാഷ്ട്രീയം ചർച്ചയിലേക്ക് വരണമെന്നാണ് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പ്രകടന പത്രികയിൽ പോലും ഇന്ത്യ സഖ്യം മുന്നോട്ട് വെക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്ന ഒരു വാഗ്ദാനമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ, ഒപ്പം തന്നെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളവ ചർച്ചയിലേക്ക് വരണം എന്ന് തേജസ്വി യാദവ് മുന്നോട്ട് വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് തേജസ്വി യാദവ് റാലികളിലൊക്കെ തന്നെ ഉയർത്തുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ താരപ്രചാരക പട്ടികയിലുള്ള ഏതാണ്ട് 40ഓളം ആളുകൾ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മുതിർന്ന നേതാക്കളായ അശോക് ഗെഹ്ലോട്ട്, ഭൂപേഷ് ബാഗൽ, ഗൗരവ് ഗൊഗോയ് ഉൾപ്പെടെയുള്ള സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുകയാണ്.